பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. സോ ഗൈസ് PL ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേയേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കറന്റ് എല്ലാ പ്ലേയേഴ്സിനും നല്ല അറ്റ്മോസ്ഫിയറിലും നല്ല പിങ്ങിലും നല്ല ലോബിയിലുമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. PL ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്കിവിടെ നോക്കാം. ആൻഡ് ഇവിടെ അഗെയിൻ ഒരു ഡ്രോപ്പ് ഫൈറ്റ് ഉണ്ടോ? ഈ വട്ടം മാസ് വന്നില്ല. ഈ വട്ടം മാസ് വന്നു. മാസ് അഗെയിൻ. മാസിലെ റംബൂട്ടാൻ മാത്രം ഒറ്റയ്ക്കായിട്ടുണ്ട് TGയുടെ അടുത്ത്. അതെന്താണ് മാസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. മാസിലെ റംബൂട്ടാൻ മാത്രം അവിടെ പെട്ടുപോയിരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. റംബൂട്ടാൻ അവിടെ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. TGയെ സ്പോട്ട് ചെയ്തെങ്കിൽ മാസ് റംബൂട്ടാൻ അവിടെ ഫിനിഷ് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. TGA വേഴ്സസ് മാസ്. അതിന് മുന്നേ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈസി വേഴ്സസ് DLX. ഈസി അവിടെ DLXലെ ജോഷുവ ഫിനിഷ് ഓഫ് ആവുന്നു, നോക്കാവുന്നു. ആൻഡ് ഈസിയുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആണോ? ബേൺ അവിടെ നല്ല ടാഗിലാണ്. രണ്ടുപേര് താഴെ വീണ്ടുണ്ട്. ബാബയും ഡ്രേക്കും താഴെ വീണ്ടുണ്ട്. ബേൺ അവിടെ നോക്കാവുന്നുണ്ടോ? ബേൺ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല ടാഗിലാണ് ബേൺ അവിടെ. ബേൺ അവിടെ ബാബ എടുത്തു. ബാബ അവിടെ ബേൺ നോക്കാക്കുന്നുണ്ട്. അതുപോലെ മാസ് ഹോളി അവിടെ സെൽഫ് നോക്കാവുന്നു. ആൻഡ് ഈസി കിസ്സ അവിടെ DLXലെ ചരണിനെ നോക്കാക്കുന്നു. MS മുസ്താഫ് നോക്കാക്കുന്നു. ജോഷു അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എൽ ക്ലാസിക്കോ വേഴ്സസ് DLX ആണ്. DLXലെ ഗ്രീസ്മാൻ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. RSS7 ആദ്യം തന്നെ പണി പാളിയ ഒരവസ്ഥ. ഈസി നട്ടാമി അവിടെ ചരണിനെ ഫിനിഷ് ചെയ്യുന്നു, ബേണിനെ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് ജോഷുവ വീണ്ടും നോക്കാവുന്നു. എലാൻ അവിടെ ജോഷുവെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് DLX റൂയിഡ് ഗോൾട്ട് മാത്രം ബാക്കി. DLXലെ കുറുപ്പിടാനിയും റൂയിഡ് ഗോൾട്ടും മാത്രമാണ് DLXന് വേണ്ടി ബാക്കിയുള്ളത്. DLX കിസയെ നോക്കാക്കി ഫിനിഷ് ചെയ്തു. റോഡ് ഗുള്ളറ്റ്. 2 പ്ലേയേഴ്സ് മാത്രമാണ് കറന്റ്ലി ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ആൻഡ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കുറുപ്പിടാനി അവിടെ സ്പോട്ട് ചെയ്യുന്നു. കുറുപ്പിടാനി അവിടെ ഒരു മോളറ്റോവ് ഇട്ടിട്ടുണ്ട്. ഒരു തിരിച്ചിപ്പുറത്തെത്തിയിട്ടുണ്ട് കുറുപ്പിടാനിക്ക്. DLXന് RSS7 ഇവിടെ ആദ്യം തന്നെ പണി പാളിയ അവസ്ഥ. കുറുപ്പിടാനി വേഴ്സസ് പ്രണവ് സെറ്റ് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ആൻഡ് വോൾട്ടിൻ അവിടെ കുറുപ്പിടാനിയെ നോക്കാക്കുന്നു. കുറുപ്പിടാനിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ഇവിടെ റോയിഡ് ഗുൾട്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റോയിഡ് ഗുൾട്ടിനെ ഇല്ല, സ്പോട്ട് ചെയ്തിട്ടില്ല. പ്രണവ് സെറ്റും റോയിഡ് ഗുൾട്ടും മാത്രം ലാസ്റ്റിൽ മരമായി ഇരിപ്പുണ്ട്. RSS7 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. കറന്റ്ലി നോക്കിയാൽ 2 പ്ലേയേഴ്സ്. അല്ലെ 2 പ്ലേയേഴ്സ് അല്ലെ? 2 അല്ലേടാ ഗോഗു? 3 പേരുണ്ടോ? അല്ല 2 2 പ്ലേയേഴ്സ് മാത്രമേ RSS7X DLXന് ബാക്കിയുള്ളൂ. സോ നോക്കുകയാണെങ്കിൽ DLXന് നല്ല പോലെ ഒരു പണിയായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കിൽ പോയിന്റും നല്ലൊരു പൊസിഷൻ പോയിന്റ് കിട്ടി തന്നെ അവർ കയറണം എന്നുള്ളത്. പക്ഷേ ഇപ്പൊ തന്നെ 2 പ്ലെയർ മാത്രമാണ് ബാക്കി. ഇനി ഒരു പൊസിഷൻ പോയിന്റ് പിടിച്ചാൽ അവർക്ക് കുറച്ച് ടഫ് ആയിരിക്കും. ഇനി ബാക്കി 2 മാച്ചസിൽ നല്ലൊരു പോയിന്റ് എടുത്ത് ചാമ്പ്യൻ ആവാൻ കുറച്ച് ടഫ് ആയിരിക്കും. സോ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ മാസ് വേഴ്സസ് TG ആണ് കണ്ടെങ്കിൽ ഇത്തവണ ഈസി വേഴ്സസ് DLX ആണ് കണ്ടത്. ഫസ്റ്റ് മാച്ച് ഈസിയാണ് ചാമ്പ്യൻ ആയത്. അതേപോലെ തന്നെ നാരി അവിടെ ഈസി റൂയിഡ് ഗുൾട്ടിനെ സ്പോട്ട് ചെയ്തു. ആൻഡ് പ്രണവ് സേട്ടൻ മാത്രം ബാക്കിയാണ്. എന്തായാലും അൺബാനെ ഓമ്പൻ വിളിച്ച ഈഗിൾ ഗെയിമിംഗ് നരീനെ കറക്റ്റ് വിളിച്ചതിന് എനിക്കൊരു സന്തോഷം. അല്ല, അവനെ ഒരു വട്ടം നാറിയതിനെ വിളിച്ചായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. രണ്ടൊരു പിക്ക് ക്രിസ്റ്റ്യൂക്കടെ തിരിച്ച് ഒരു പിക്ക് എടുത്തു. അതേപോലെ തന്നെ തിരിച്ച് ഫിനിഷ് ചെയ്തിട്ട് അൺബാൻ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് പിക്ക് റിവൈവ് ചെയ്യുന്നുണ്ട്. മാസ് വേഴ്സസ് KV ആണ് കണ്ടോണ്ടിരിക്കുന്നത്. KVക്ക് നല്ലൊരു ആവശ്യമുള്ള ഒരു ഫൈറ്റ് ആണ് ഇത്. റെക്സ് ഒരു പിക്ക് എടുക്കുന്നു, സീത ഒരു പിക്ക് എടുക്കുന്നു, മുള്ളൊപ്പി ഒരു പിക്ക് എടുക്കുന്നു. നോക്കുകയാണെങ്കിൽ KVക്ക് വീണ്ടും ഒരു പണി പാടിയോ. ഹോളി ഒരു പിക്ക് എടുക്കുന്നു, ഹോക്കി ഒരു പിക്ക് എടുക്കുന്നു. BS ബിറ്റോ അവിടെ ഇറ്റാലിയൻ എടുക്കുന്നുണ്ട്. BS നടക്കുന്നുണ്ട്. KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുക്കുന്നു, കാക്കാസി ഒരു പിക്ക് എടുക്കുന്നു. ആ ഒരു പിക്കെല്ലാം എന്തായാലും ഫിനിഷായി പോയിട്ടുണ്ട്. മാസിനാണോ KVക്കാണോ പണി ഇട്ടിരിക്കുന്നത്? നമുക്ക് കണ്ടിരിക്കാം. ഹോക്കി ഒരു പിക്ക് എടുക്കുന്നു, സോനുമോനാണ് ഡൗൺ ആയിരിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ മാസ് ഹോളി അങ്ങനെ വേണ്ടിയിരിക്കുന്നു. മാസ് എന്തായാലും ബാക്ക് ഓഫ് ചെയ്യുവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു റംബുട്ടാൻ മാസിന് വീണ്ടും പണി പാളിയിരിക്കുന്നു. ആൻഡ് ഓൺ ദ മൊമെന്റിൽ ഇറ്റാലിയുടെ ഒരു പ്ലെയർ അവിടെ ഫിനിഷ് ഓഫ് ആയി പോയിട്ടുണ്ട്. ഇറ്റാലിയ 9 പേരെ വെച്ച് കളിക്കണം. മാസിനെ അവിടെ വൈപ്പ് ഓഫ് ആക്കിക്കൊണ്ട് ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ്. ഇറ്റാലിയ താരക് ഇവിടെ ബാക്ക് ഓഫ് ചെയ്യുവാണ്. ടുങ് ഷുഹൂർ അവിടെ നോക്കായി ഫിനിഷ് ആയിട്ടുണ്ട്. ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ്. ഇറ്റാലിയയിലെ ഒരു പ്ലെയർ ആദ്യം തന്നെ നോക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നോക്കാം.
സോ മാസിനെ ഓടിച്ചടിക്കാനുള്ള പരിപാടി തോന്നുന്നു ത്രാഗ് എന്നാണോ? തരകല്ലേ, ത്രാഗാണല്ലേ? ത്രാഗാണല്ലേ? ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ്. ത്രാഗ് അവിടെ നോക്കാവുന്നു. സോ നോക്കുവാണെങ്കിൽ നേരത്തെ മാച്ച് പോലെ തന്നെ മാസിലെ 2 പ്ലേയേഴ്സ് ആണ് വീണ്ടും ബാക്കി. ഇവര് വീണ്ടും ഫസ്റ്റ് ആ ഒരു പൊസിഷന് വേണ്ടി ലാസ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഗോകു ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മാസ് പോയിന്റ് ടേബിൾ ടോപ്പ് ഓഫ് ദ ഇതിൽ വന്നൊരു ടീമാണ് മാസിന് ഒരു രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ. KVA 10 പേരും ബാക്ക് അലേവാണോ? അല്ല, ഐ തിങ്ക് ഒരാളെന്തോ KVA തിരിച്ച് അഗ്രഷൻ കാണിച്ചു വരുന്നുണ്ട്. 8 പ്ലേയേഴ്സ് ഉള്ളു KVAക്ക് 8 പ്ലേയേഴ്സും. മാസിലെ പ്ലേയേഴ്സിനെ ഹണ്ട് ചെയ്ത് നോക്കാക്കാനുള്ള തീരുമാനം തന്നെയാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കില്ലിന് വേണ്ടി ഓടുമ്പോൾ വേറെ തേർഡ് പാർട്ടി വരെയാണെങ്കിൽ അതിലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഇപ്പൊ തന്നെ അടുത്തൊന്നും ആരുമില്ല, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല. എന്തായാലും KVA ആ ഒരു മാസിലെ പ്ലെയറിനെ വിടാതെ തന്നെ പിടിക്കുന്നു. TVAക്ക് ഒരു ഇനിഷ്യൽ ഫൈറ്റ് വന്നിരിക്കുന്നു. TVA വേഴ്സസ് EC, വെരി ക്രൂഷ്യൽ ഫൈറ്റ് ഫോർ TVAക്ക് ഒരു ഇനിഷ്യൽ ഫൈറ്റ് വന്നിരിക്കുന്നു. EC വേഴ്സസ് TVA ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ECക്കും TVAക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. EC വേഴ്സസ് TVA. നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് തമ്മിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. ഡോർക്കി അവിടെ നോക്കാവുള്ള ചാൻസ്. ഡോർക്കി അവിടെ നോക്കാവുമോ? TVA വേഴ്സസ് ഡോർക്കി അവിടെ നോക്കായിരിക്കുന്നു. ഡോർക്കി അവിടെ ഫിനിഷ് ചെയ്ത് കളയുന്നു. TVAക്ക് ഒരു ആദ്യത്തെ നട്ടാമി അവിടെ കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് TVAയുടെ പ്ലേയേഴ്സ് ഇവിടെ നേരെ തിരിച്ചു വന്ന ബാബയെ നോക്കാക്കിയിരിക്കുന്നു. ഇറ്റാച്ചി അവിടെ ബാബയെ നോക്കെടുത്തു. ഡാർക്ക് തിരിച്ച് അവരും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്നൈപ്പിന് നല്ല രീതിയിൽ പണി വാങ്ങാനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഒരു നീല അവിടെ നോക്കെടുക്കുന്നു. സ്നൈപ്പ് അവിടെ നോക്കായി. നീല അടുത്തൊരു നോക്കെടുക്കുന്നു. നീലിന്റെ വക അടുത്തൊരു നോക്ക്. സ്നൈപ്പ് അവിടെ ഫിനിഷായി. സ്നൈപ്പിനെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. 2 ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ട്. TVA കറന്റ് 8 പ്ലേയേഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അടുത്തൊരു നോക്ക്. വില്ലു പ്രൊഫസറിന്റെ നോക്ക്. ഡെസ്റ്റോയുടെ നോക്ക്. വില്ലുവിന്റെ അടുത്തൊരു നോക്ക്. TVA വേഴ്സസ് നീലകണ്ഠൻ അവിടെ നോക്കാവുന്നു. നീലകണ്ഠൻ ഫിനിഷ് ഓഫ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നീലകണ്ഠൻ വില്ലു പ്രൊഫസറിന്റെ അടുത്ത നോക്ക്. വില്ലു പ്രൊഫസർ ഫിനിഷ് ഓഫ് ആക്കുന്നു. നട്ടാമി അവിടെ ഡെസ്റ്റോയെ നോക്കാക്കുന്നു. ഡെസ്റ്റോയുടെ EC അല്ലാതെ വില്ലു പ്രൊഫസറിന് ഫിനിഷ് അവിടെ വരുന്നു. ഒരു പ്ലെയർ കൂടെ മാത്രമാണോ ബാക്കി ECക്ക്? അതോ 2 പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. EC നട്ടാമി ഇല്ല. നട്ടാമി അവിടെ നോക്കാക്കുന്നു. നീലും വില്ലും മാറി പിക്ക് എടുത്തോണ്ടിരിക്കുന്നു TVAക്ക് വേണ്ടിയിട്ട്. നീലകണ്ഠനെ അവിടെ റിവൈവ് ചെയ്തിരിക്കുന്നു. TVA വേഴ്സസ് ഇവിടെ RSS മാഫിയ. മാഫിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ മാഫിയക്ക് നല്ല 2 ടീമിനും നല്ലപോലെ പോയിന്റ്സ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ 2 ടീമിനും ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആണ് ഇത്. സോ ആർക്ക് ഈ ഒരു ഫൈറ്റിൽ വിന്നർ ആവാൻ നോക്കുന്നത് നമുക്കറിയാം. നോക്കുകയാണെങ്കിൽ ഒരു RSS പപ്പ് കുറച്ച് ഓപ്പണിലാണ്, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. മാഫിയ അവരെ കണ്ടിട്ടുണ്ട്. പപ്പുവിനെ അവരെ ടാർഗറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 പേരും റൊട്ടേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. RSS വേഴ്സസ് മാഫിയ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ എല്ലാവരും RSS ഫ്ലിക്ക് ഒരു പിക്ക് എടുക്കുന്നു. ഡോട്ട് ബ്ലാക്ക് ഒരു പിക്ക് എടുക്കുന്നു. മാഫിയ 2 പേരാണ് ഡൗൺ ആയിട്ടുള്ളത്. ആ ഫ്ലിക്കിന്റെ ആ ഒരു ഫിനിഷ് ആയിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ മാഫിയക്ക് ഒരാൾ 2 പ്ലെയറാണ് ഡൗൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാഫിയ ഒരു പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. നൂബ് അടുത്തൊരു വിക്ക് എടുക്കുന്നുണ്ട്. മാഫിയ ഷെയ്ഡ് ഡൗൺ ആയിട്ടുള്ളത്. നൂബിന് 2ാമത്തെ വിക്ക്. അതുപോലെ നോക്കുകയാണെങ്കിൽ കെൻഡി ഒരു വിക്ക് എടുക്കുന്നുണ്ട്. വിംസി ഒരു വിക്ക് എടുക്കുന്നുണ്ട്. പപ്പു ഒരു വിക്ക് എടുക്കുന്നുണ്ട്. ഫിക്സിയുടെ 2ാമത്തെ വിക്ക്. നോക്കുകയാണെങ്കിൽ റഹ്മാൻ അലി ഒരു വിക്ക് എടുക്കുന്നുണ്ട്. മാഫിയക്ക് നല്ല പോലെ തന്നെ പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. മാഫിയ കെൻഡോ വൈപ്പ് ഓഫ്. അങ്ങനെ വീണ്ടും മാഫിയ ഏർലി എക്സിറ്റ്. അടുത്തൊരു തേർഡ് പാർട്ടി RC7 പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. EZ30 വേഴ്സസ് RZ7 അവിടെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയിരിക്കുന്നു. ആദ്യത്തെ ടീം മാഫിയ അഗൈൻ എയർലി എലിമിനേഷൻ ആണ് മാഫിയയുടെ സൈഡിൽ നിന്ന്. EZ30 കറക്റ്റ് സമയത്ത് ടൈംലി തേർഡ് പാർട്ടി EZ30 വേഴ്സസ് RZ7 ഇവിടെ ഫൈറ്റ് നടക്കാൻ പോകുന്നു. നമുക്ക് നോക്കാം. മാധവൻ വേണ്ടി കറങ്ങി വന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നോക്കുക. തലപ്പതി അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. തലപ്പതി നോക്കാവുന്ന തോന്നുന്നു. തലപ്പതി നോക്കായി. ഒഡിസി അവിടെ തലപ്പതിയെ നോക്കാക്കുന്നു. RZ7 വീണ്ടും പണി കിട്ടുന്നു. അവിടെ പെക്സറിനെ നോക്കാനുള്ള ചാൻസസ് ഉണ്ടോ? മാധവൻ വേണ്ടി കറങ്ങി വരുന്നുണ്ട്. RZ7 പ്ലേയേഴ്സ് റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു പ്ലാനാണ്. EZ30 വീണ്ടും റൈറ്റ് ആംഗിൾ എത്തിയിരിക്കുന്നു. അവരുടെ ലോഡ് ഫാൽക്കോ അവിടെ നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? ലോഡ് ഫാൽക്കോക്ക് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കമ്മിറ്റ് ആവുന്ന ലോഡ് ഫാൽക്കോ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവിടെ ലോഡ് ഫാൽക്കോ
ആൻഡ് ആർസിസവൻ ബാച്ച അവിടെ ഡെക്കാരിനെ നോക്കാക്കുന്നു. ബാച്ച രണ്ടാമത്തെ നോക്ക് അസീമിനെ നോക്കാക്കുന്നു. അഗസ്റ്റിനെ നോക്കാക്കുന്നു. ഇദനൂബിനെ നോക്കുന്നു. ഫെക്സർ തിരിച്ചു നോക്കുന്നു. ഫെക്സർ നോക്കാക്കി ഫിനിഷ് ആക്കി കളയുന്നു. Z30 വേഴ്സസ് R7. Z30 വിശുദ്ധം ഒരു നോക്കെടുക്കുന്നു. നിൽഗോട്ട് അവിടെ പപ്പുനെ നോക്കാക്കുന്നു. നിൽഗോട്ട് ഫിനിഷ് ചെയ്ത് കളയുന്നു. CM വേഴ്സസ് KV ഉണ്ട് സെയിം സൈഡ് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഫെക്സർ അവിടെ R7 മാധവനുണ്ണിയെ അടിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓ 4 പ്ലേസ് 5 പ്ലേസ് മാത്രം ബാക്കി. 5 പ്ലേസ് മാത്രം ബാക്കി. 5 പ്ലേസിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. സിക്കോയ് അവിടെ ജിൻസക്കായി നോക്കാക്കുന്നു. ജിൻസക്കായ് ആൻഡ് ദിനൂപിനെ ജിൻസക്കായ് അവിടെ ഓ മാധവനുണ്ടി അവിടെ ഫെക്സറിനെ നോക്കാക്കുന്നു. Z30 തേർഡ് പാർട്ടി വന്നിട്ട് Z30ക്ക് തന്നെ അടി കിട്ടുന്ന അവസ്ഥ ആയെന്ന് തോന്നുന്നു. വിസ്ഡം അടുത്തൊരു നോക്ക് മൈറ്റി വിസ്ഡത്തിനെ നോക്കാക്കിയിട്ടുണ്ട്. ഒരു 3v2 എന്നുള്ള രീതിയിലേക്ക് ആയോ കാര്യങ്ങൾ. 3v2ലേക്ക് എത്തിച്ചിരിക്കുന്നു കാര്യങ്ങൾ. അല്ല 3v3 4v3 ആയിരിക്കുന്നു. ആൻഡ് 3v2 Z30 വേഴ്സസ് R7 3 vs 2 ആൻഡ് ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. ജിൻസക്കായി മാത്രം ബാക്കി. Z30 അവിടെ വൈപ്പിംഗ് ഓഫ് R7. KV versus CM ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കണേ സിദ്ധു ഒരു പിക്ക് എടുക്കുന്നു. KV versus CM. KV ഡ്രേക്കൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇത് ആർക്കാണ് പറ്റിയിട്ട് അറിയത്തില്ല. ഒരു പെട്ടെന്ന് ഒരു ഫൈറ്റ്. ഹിറ്റ്മ ഒരു പിക്ക് എടുക്കുന്നു. CM-ലെ പിക്ക് എടുക്കുന്നു. ഹിറ്റ്മ അടുത്തൊരു പിക്ക് എടുക്കുന്നു. നോക്കുവാണെങ്കിൽ എന്തായാലും പിക്ക് നമ്മുടെ CM-ലെ പിക്കെല്ലാം ഡൗൺ ഫിനിഷ് ആയിട്ടുണ്ട്. CM-ലെ അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. കൊമ്പൻ അവിടെ ഒരു തേർഡ് പാർട്ടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാപ്പ് അവിടെ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ CM-ൽ എത്ര പ്ലേസ് ആണ്? 2 പ്ലേസ് ആണ് ബാക്കി നടത്തില്ല. ബൈക്കില് നമ്മുടെ TJ ഒരു ബാക്ക് സ്റ്റാബ് തേർഡ് പാർട്ടി ആയിട്ട് TJ KVക്ക് 2 പ്ലേസ് മാത്രമേ ബാക്കിയുള്ളൂ. KVക്കും പണി പാളിയതുപോലെ ആ ഒരു ഫസ്റ്റ് ഫൈറ്റിലെ TJ കറക്റ്റ് സമയത്ത് ടൈംലി തേർഡ് പാർട്ടി സുരേഷ് അവിടെ KV ഡ്രേക്കിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് അൾട്രോണിന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. റാഫിന് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്ലെയർ മാത്രം ബാക്കി. KVക്ക് അൾട്രോൺ മാത്രം ബാക്കി. അൾട്രോൺ ഫിനിഷ് ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ടോ? അൾട്രോൺ മാത്രമാണ് KVക്ക് ബാക്കിയുള്ളത്. ആൻഡ് കറന്റ് നോക്കുവാണെങ്കിൽ KVA വിത്ത് 15 കില്ലും R7 വിത്ത് 15 കില്ലും എൽ ക്ലാസിക്കോ വിത്ത് 10ഉം Z30 വിത്ത് 9ഉം TVA വിത്ത് 8ഉമാണ് കറന്റ്ലി ഉള്ള ഇതെന്ന് പറയുന്നത്. പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത് TG 6 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 7ാമത്തെ കില്ലിന് വേണ്ടി TG ഹണ്ട് ചെയ്യുന്നു. ഛോട്ടാ മുംബൈ അവിടെ വൈപ്പ് ഓഫ് ആയിട്ടുണ്ട്. 3 ടീമാണ് കറന്റ്ലി ലോബിയിൽ നിന്ന് എലിമിനേറ്റ് ആക്കിയിരിക്കുന്നത്. R7 വിത്ത് 15 ഫ്രാഗോട് കൂടി അവർ പുറത്തായിരിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ഛോട്ടാ മുംബൈ നോക്കുകയാണെങ്കിൽ 3 കില്ലോട് കൂടി അവരും ഈ ഒരു ലോബിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ആൻഡ് KVA വിൽ ബി എലിമിനേറ്റിംഗ് സൂൺ. ആൻഡ് KVAയും എലിമിനേറ്റ് ആയിരിക്കുന്നു. 8 ടീമുകൾ മാത്രം ബാക്കി. ആൻഡ് KVA അതുപോലെ KVയുടെ മെയിൻ ലൈനപ്പ്, അതുപോലെ R7ന്റെ മെയിൻ ലൈനപ്പ്, ഛോട്ടാ മുംബൈ ആൻഡ് മാഫിയ വിൽ ബി എലിമിനേറ്റിംഗ് ഫ്രം ദ ലോബി. സോ നോക്കുവാണെങ്കിൽ TGA ഒരു നല്ല പോലെ തന്നെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് നേരത്തെ കളിക്കാൻ പറ്റില്ലെങ്കിലും തേർഡ് മാച്ച് നല്ല മലയാളം സോൺ വന്നേക്കുന്നേ. അല്ലല്ല ഇതൊരു ബിഗ് സോൺ അല്ല, അത് മാറുമായിരിക്കും. ചാൻസ് ഉണ്ട് ഇവിടെ തന്നെ ഇത് പറയുന്നുണ്ട് ഇവിടുന്ന് പറയുന്നുണ്ട് ഈ സൈഡിൽ നല്ല നോക്കാം. അല്ല ഇതും മലയാളം വരുന്നെങ്കിൽ അടുത്തത് റീസ്റ്റാർട്ട് ചെയ്യാണ്ട് ഒരു കളി കളിച്ചു നോക്കണേ. നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം. കറന്റ്ലി KVAയും ടോപ്പ് ഫ്രാഗ് ചെയ്തുകൊണ്ടിരുന്ന 2 ടീമും എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 15 30 കില്ലോട് കൂടി R7ഉം KVAയും പോയിരിക്കുന്നു. ആൻഡ് ECയിൽ ക്വാർട്ടർ മാത്രം ബാക്കി. EC വീണ്ടും പൊസിഷൻ പോയിന്റിന് വേണ്ടിയിട്ട് EC സർവൈവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കറന്റ്ലി എലൈവ് ഉള്ള ടീമിൽ ഏറ്റവും കൂടുതൽ ഫ്രാഗ് എടുത്തിരിക്കുന്നത് എൽ ക്ലാസിക്കോ ആണ്. അതുപോലെ Z30 ആണ്. Z30ക്ക് എത്ര പ്ലേയേഴ്സ് ബാക്കിയുണ്ട്? മാസില റംബൂട്ടാൻ Z30ക്ക് 4 പേരും. അതുപോലെ തൊട്ടതായ TV ആണ്. TVAക്ക് 8 പേരാണെന്ന് തോന്നുന്നുള്ളത്. TVAക്ക് 8 പേര്. TV എത്ര പേരുണ്ടെന്ന് നോക്കിയേ? 8 പേരാന്ന് തോന്നുന്നു. ജുഗ്രു അല്ല സ്നൈപ്പും 3 4 5 സ്നൈപ്പും ഡോർക്കിയും ഫിനിഷായി. സ്നൈപ്പും ഡോർക്കിയാണ് ഫിനിഷ് ചെയ്യാതെ. നമുക്ക് നോക്കാം. Z30 4 പേര് തന്നെ. സോ Z30യുടെ അടുത്തേക്ക് TVയുടെ അടുത്തേക്ക് Z30 വരുന്നു. 5 പേരുണ്ട്. Z30 5 പേര്. Z30 5 പേരുണ്ടോ? 5 പേരുണ്ട്. TVAക്ക് പണി വാളാനുള്ള ചാൻസ് ഉണ്ടോ? TVA കണ്ടു. Z30 ഒഡിസി അവിടെ നിന്ന് ബാക്ക് ഓഫ് ആവുന്നു. ആവുന്നുണ്ട്. അസീമിനെ കണ്ടു. അസീം ഓടുന്നു അവിടുന്ന്. അസീം ഓടി. ആൻഡ് ഇവിടെ മേളിൽ നിൽഗോട്ട് കയറി നല്ലൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട് റൈറ്റ് ആംഗിളിൽ. നമുക്ക് നോക്കാം. TVA ഇല്ല. TVA ഒഡിസിയെ മാത്രമേ അവർ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. ഒഡിസിയുടെ പുറകെ ഓടുവാണ് അവര്.
ബാക്കിയുള്ളവര് മാസ് റേജ് അവിടെ സെൽഫ് നോക്ക് ആവുന്നു. ഒഡിസിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഓ ഒഡിസി 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 അവിടെ ഒഡിസിയെ നോക്കാക്കി കളയുന്നു. ഇസഡ്30യുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആ ഒരു സമയം കൊണ്ട് റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. 9 കില്ല് ടി വിയെ സെക്യൂർ ചെയ്തിരിക്കുന്നു. കറന്റ് ടി വിക്ക് വേണ്ടിയിട്ട് 9 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റാലിയ ആ ഒരു ഫൈറ്റിൽ നിന്ന് ഇറ്റാലിയ ആദ്യം തന്നെ ബാക്ക് ഓഫ്. ഇറ്റാലിയ 9 പേരെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇറ്റാലിയ നല്ലൊരു പൊസിഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കളിക്കുന്നത്. ഇറ്റാലിയയുടെ സൈഡിൽ നിന്ന് നമ്മൾ കമ്പാരിറ്റീവ്ലി കാണുന്നത് വെച്ചിട്ടുള്ള ഒരു വളരെ പാസീവ് ഗെയിം പ്ലേ. ഫിനിഷ് ചെയ്ത ഇപ്പൊ ഫിനിഷ് ചെയ്തു. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൺ ക്ലോസിംഗ് 16 സെക്കൻഡ് ആണ്. ഇങ്ങോട്ട് സോൺ പോകുന്ന നോക്കാം. ഇസഡ്30യുടെ വക നല്ലൊരു ഫേക്കിംഗ് ആയിരുന്നു അല്ലേ ഗോകു? കണ്ടാ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ മാത്രം സ്പോട്ട് ചെയ്തത് കൊണ്ട് ബാക്കിയുള്ള 4 പ്ലേയേഴ്സ് അവരുടെ സർവൈവ് ചെയ്ത് റൈറ്റ് ആംഗിൾ പോയി ഒരു ട്രിഗർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്താണ് അവര് സോണിലേക്ക് കയറിയത്. അതുപോലെ തന്നെ C30 നേരത്തെ ഫൈറ്റ് ആയിട്ട് കുറെ പേര് ഡൗൺ ആവുന്നത് ടി വിയെ കണ്ടു കാണും. സോ അതുകൊണ്ട് തന്നെ എത്ര പേര് C30 ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഒരാളെ കണ്ടപ്പോൾ തന്നെ അവരെ പിടിക്കാൻ വേണ്ടിട്ട് പോയത് ടി വിയെ. സോ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇല്ല മലസോൺ അല്ല കുറച്ച് ഭാഗോടെ ഉള്ളു. ഇനി മിക്കവാറും ഇത് താഴോട്ടായിരിക്കും ഷിഫ്റ്റ് ആവുന്നത്. സെയിം സോൺ അല്ല ഗൈസ് ഏരിയ വന്നതേ ഉള്ളൂ. സെയിം സോൺ ഇതിന്റെ മേളിലായിരുന്നു സോൺ ഉണ്ടായിരുന്നത്. അത് മാറും ഇപ്പൊ മാറും. മോസ്റ്റ്ലി സോൺ ഇപ്പൊ മാറും. വേണ്ട ഈ വട്ടം ഈ ഒരു സൈഡിലോട്ടാണ് വൈഡർ ആയിട്ടുള്ള ഏരിയ വന്നിരിക്കുന്നത്. മിക്കവാറും ഈ സൈഡിലേക്കായിരിക്കും സോൺ ഷിഫ്റ്റ് ആവുന്നത്. നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്ത് കളിക്കാൻ നോക്കാം ഗൈസ്. ഇറ്റ്സ് അൺഫെയർ ബ്രോ. അൺഫെയർ ഒന്നും പറഞ്ഞ് ഇവിടെ ആരും വരല്ലേ. സോൺ സെയിം ആണെങ്കിലും അല്ലെങ്കിലും എന്തുകൊണ്ട് എലിമിനേറ്റ് ആയി പോയ പ്ലേയേഴ്സിന് മലയിൽ വന്ന് ആദ്യമേ ഇരുന്നൂടായിരുന്നോ? അൺഫെയർ എന്നുള്ളൊരു വാക്ക് ഇവിടെ വേണ്ട. സെയിം സോൺ ആണെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിന് അറിയാലോ അവിടെ പോയി ക്യാമ്പ് ചെയ്താൽ ഈസി ആയിട്ട് പൊസിഷൻ കിട്ടുമെന്ന്. അവിടെ പോയി ക്യാമ്പ് ചെയ്തിടായിരുന്നോ? നെവർ എവർ. അൺഫെയർ എന്ന് പറയുന്ന വാർത്താനം ഇവിടെ പറയല്ലേ പ്ലീസ്. അല്ല നോക്കുവാണെങ്കിൽ ആ 2 മാച്ചസ് ഇറ്റാലി ആയിരുന്നു അവിടെ മേളിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചു വെച്ചത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്കോഡ് ആണ്. സോ എന്തായാലും അവർക്ക് ഒന്ന് പിടിക്കണമെങ്കിൽ പിടിച്ചാൽ മാത്രം മതി. അത് ഇതിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോമാസിലെ റെംബൂട്ടാൻ അവിടെ ഹീൽ ബാറ്റിൽ ചെയ്ത് സോണിനകത്തോട്ട് കയറാനുള്ള പക്ഷേ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണില്ല. കയറാനുള്ള ചാൻസ് ഉണ്ട്. ഹീൽ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. കറന്റ് കിൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ 15 കില്ലോട് കൂടി സ്റ്റിൽ എലിമിനേറ്റ് ആയ 2 ടീം തന്നെയാണ് ടോപ്പ് ഓഫ് ദ ലോബി നിൽക്കുന്നത്. KVയും RS7ഉമാണ് 15 കില്ലോട് കൂടി ടോപ്പിൽ നിൽക്കുന്നത്. എൽ ക്ലാസിക്കോ നോക്കുകയാണെങ്കിൽ 10 പോയിന്റോട് കൂടി ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ TVA വിത്ത് 9 ഫ്രാഗ്, ഇസഡ്30 വിത്ത് 9 ഫ്രാഗ്, TGA വിത്ത് 7 ആണ് കറന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ. DLXലെ 2 പ്ലേയേഴ്സ് സർവൈവ് ചെയ്യുന്നു. എടാ ഒരു മിനിറ്റ് എടാ, ഞാൻ എൻ്റെ നെറ്റ് ഇപ്പോൾ 12 മണിക്ക് എക്സ്പയർ ആകുമെന്നൊന്ന് നോക്കിക്കോട്ടെ അളിയാ. സൂപ്പർ ഗുഡ് കാസ്റ്റർ കിട്ടിയിരിക്കുന്ന ബെറ്റർ കാസ്റ്റർ ആണ്. സോ നോക്കുവാണെങ്കിൽ DLX 2 പേരും DLXന് സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ TVA ആ ഒരു മൗണ്ടൻ പിടിച്ചു വരുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് സ്ക്വാഡ് ഇവിടെ കുറച്ച് പേര് 3 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് സ്ക്വാഡിൽ എത്ര പേരുണ്ട് ബാക്കു നോക്കിയാലും ഫുള്ളുണ്ട്. ഓക്കെ അത് എന്തായാലും ഫുൾ സ്ക്വാഡാണ് ബ്ലാക്ക് സ്ക്വാഡ് നിൽക്കുന്നത്. ബ്ലാക്ക് സ്ക്വാഡിന് എന്തായാലും ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. TVA വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ് കാണാൻ പറ്റും നമുക്ക് കണ്ടു ചെയ്താലും. പക്ഷേ ഓക്കെ ബ്ലാക്ക് സ്ക്വാഡ് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് ആ ഒരു ഏരിയയിലോട്ട് കയറി വരുന്നുണ്ട് ബ്ലാക്ക് സ്ക്വാഡ്. TVയുടെ മോളിലേക്ക് ബ്ലാക്ക് സ്ക്വാഡ് അഡ്വാൻറ്റേജ് പൊസിഷൻ എടുക്കാനുള്ളൊരു പ്ലാനിലാണ് അവർ. ഓൾറെഡി അവർ മോളിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നു. ബ്ലാക്ക് സ്ക്വാഡിന്റെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. സോ നേരത്തെ നോക്കുവാണെങ്കിൽ ഇറ്റാലി ചേഞ്ച് ആയി, ബ്ലാക്ക് സ്ക്വാഡ് ആയി. പക്ഷേ TVA അവിടെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം ഇത്തവണ എങ്ങനെ പോകുന്നു. ഇറ്റാലി നോക്കുവാണെങ്കിൽ കുറച്ചൊന്ന് പ്ലാൻ മാറ്റിയാണ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു സോൺ കാണുമ്പോൾ മിക്കപ്പോഴും ഇറ്റാലിയ ആ ഒരു മൗണ്ടൻ പിടിക്കാറ് പതിവ്. പക്ഷേ ഇത്തവണ നമ്മുടെ ഇറ്റാലിയ വേറൊരു ഏരിയയിലോട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അത് BSഉം ഇറ്റാലിയും തമ്മിൽ ഒരു ഫൈറ്റ് വന്നായിരുന്നു. അതില് 2 പ്ലേയേഴ്സും പോയോ അവരുടെ? ഓ സോ ഇറ്റാലിയ 8 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ഇറ്റാലിയ ഈ ഒരു മാച്ച് കളിക്കുന്നത്. സോ അവര് കുറച്ച് റൊട്ടേഷൻ സ്ലോ ഡൗൺ ചെയ്ത് പയ്യാണ് ഇറ്റാലിയ ഈ ഒരു മാച്ചിലേക്ക്. അവർക്ക് പൊസിഷൻ പോയിന്റ്, കാരണം പോയിന്റ് ടേബിളിൽ 2ാമത് നിൽക്കുന്ന ടീമാണ് ഇറ്റാലിയ. സോ അവർക്ക് പോയിന്റ് ടേബിളിലേക്ക് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ആ ഒരു ഗെയിമിന്റെ പ്രഷർ മനസ്സിലാക്കി ട്രിഗർ ഡിസിപ്ലിനോടെ ഡീസൻസ് കീപ്പ് ചെയ്ത് കളിക്കുന്നു ഇറ്റാലിയ. ആൻഡ് ഇവിടെ ഇസഡ്30യുടെ പ്ലേയേഴ്സിനും പോയിന്റ് ടേബിളിൽ ഒരു സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്കും
ഒരു പൊസിഷൻ പോയിന്റ് മസ്റ്റ് ആണ്. സോ നോക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത സോൺ വരാൻ വേണ്ടി 1 മിനിറ്റ് ആണ് ബാക്കി. ഈ ഒരു സോൺ എങ്ങോട്ട് പോകും നമുക്ക് കണ്ടറിയാം. കുറച്ച് ഈ ഒരു മൗണ്ടൻ കറക്റ്റ് ആയിട്ട് കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് സ്കോണിന് ചിലപ്പോൾ പണിയാവാൻ സാധ്യതയുണ്ട്. അവർക്ക് താഴോട്ട് കയറി വരണം, താഴോട്ട് ഇറങ്ങി വരണം. അതോ ഇനി മേലോട്ട് തന്നെയാണോ സോൺ, അതോ TV മേലോട്ട് പോകണോ, നമുക്ക് എന്തായാലും കണ്ടറിയാം. സോ 8 ടീമാണ് ബാക്കി, 46 പീപ്പിൾ അലൈവ്. നമുക്ക് കണ്ടറിയാം എന്തായാലും. സോ ഈഗിൾ എന്തായാലും നിങ്ങൾക്ക് സ്കോർ വായിച്ചു തരുന്നതായിരിക്കും. സോ കറന്റ് സ്കോർ നോക്കുകയാണെങ്കിൽ KVA 15 കിലോയോട് കൂടി ആദ്യം മുന്നിൽ തന്നെ, RS7 with 15, El Clasico 10, TVA 9, Z39, TGS 7, Tota Mumbai 3, BS 2, Mass 2, RS7 DLX 1, Mafia 1 ആൻഡ് Italia 0 ആണ് കറന്റ് ഉള്ള ഒരു ഇതെന്ന് പറയണത്. നമുക്ക് നോക്കാം. സോൺ വീണ്ടും ഈ ഫൈനൽസ് മാത്രം കാണുന്ന ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സോണിന്റെ ഒരു കാര്യത്തിൽ സോണിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫൈനൽസിലും സെമി ഫൈനലിലും ഒരു മാച്ചിലും വന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള സോണുകളാണ്. ബട്ട് എന്തായാലും നമുക്ക് നോക്കാം. സോൺ ഷിഫ്റ്റ് സെയിം സോൺ എന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടി. സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്, സോൺ താഴേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം, സെയിം സോൺ അല്ല നമുക്ക് ഈ വട്ടം വന്നിരിക്കുന്നത്. മലയല്ല സോൺ, മല കയറിയവർക്കൊക്കെ തിരിച്ചിറങ്ങേണ്ട അവസ്ഥയാണ്. മലയല്ല സോൺ വന്നിരിക്കുന്നത്. സോൺ ഷിഫ്റ്റ് ബിൽഡിംഗ് സൈഡിലേക്ക് സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നീ ഒന്നാം മല കയറി പോവണ്ടേ, അവിടുന്ന് ചാടി ചാവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇപ്പോ ഞാനിവിടെ പ്രാർത്ഥിക്കരുത്, വേലക്ക് പോവല്ലേ. ആൻഡ് അഗൈൻ സോൺ മാറിയിട്ടുണ്ട്. ആരാണ് സോണിൽ കയറിയത്? ഇറ്റാലിയയുടെ സൈഡിൽ നിന്ന് ഇറ്റാലിയ ഈ വട്ടം മല പോവില്ല എന്ന് ഇറ്റാലിയക്ക് മനസ്സിലായി. ഇറ്റാലിയയുടെ സൈഡിൽ നിന്ന് ഒരു സെൻസിബിൾ ഗെയിം പ്ലേ. അവരാണ് കറന്റ് ഇപ്പൊ സോണിലുള്ളത്. ഇറ്റാലിയ സോണിലേക്ക് നല്ലൊരു പൊസിഷൻ, നല്ലൊരു ബിൽഡിംഗ് പൊസിഷൻ എടുക്കുന്നു ഇറ്റാലിയ. TGA വേഴ്സസ് മാസ് റംബൂട്ടാനെ സ്പോട്ട് ചെയ്തു. മാസ് റംബൂട്ടാൻ കൊലക്കുമോ നമുക്ക് കണ്ടറിയാം. TGA പിറകെ വരുന്നുണ്ട്. മാസ് റംബൂട്ടാന്റെ അടുത്ത് റംബൂട്ടാന്റെ അടുത്ത് സേവിയർ വരുന്നുണ്ട്. ഒരു 1v1 ഇല്ല. റംബൂട്ടാൻ സേവിയർ കണ്ടു. സേവിയർ റംബൂട്ടാൻ അവിടെ ഫിനിഷ് ചെയ്തു. പോകുന്നതിന് മുമ്പ് ഒരുത്തനെ അങ്ങ് കൊണ്ടുപോയി റംബൂട്ടാൻ കൂടെ. അതെ, റംബൂട്ടാൻ കൊലച്ചു. ഒരു പ്ലെയറിനെ കൊണ്ടാണ്ട് പോയത് നമ്മുടെ സേവിയർ. എന്താവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത് TGA. ഒരാവശ്യമില്ല, എന്ന് കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞോണ്ട് അവർ സേവിയർ ഹൈറ്റ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജിലാണ് ബ്ലാക്ക് സ്കോഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് സ്കോഡ് വേഴ്സസ് TVA നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നടന്ന് നീല് നല്ല ടാർഗറ്റ്, നീല് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. നീല് നോക്കായി ഫിനിഷായി TVയുടെ. നീല് അവിടെ നോക്കാവുന്നു. BS വിറ്റു അവിടെ നീലിനെ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് 7 പ്ലേയേഴ്സ് ആയിട്ട് കളിക്കേണ്ട സിറ്റുവേഷൻ ആണ് TVക്ക് കറന്റ്. TVA വേഴ്സസ് ബ്ലാക്ക് സ്കോഡ് ഫുൾ പ്ലെയർ അഡ്വാൻറ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് TVക്ക് ഒരു തിരിച്ചടിയാവുമോ? തിരിച്ചടിയായി ഇത്. ആൻഡ് നമുക്ക് നോക്കാം. KVA വേഴ്സസ് TVA നടക്കുന്നു. ജുഗ്രു അവിടെ നോക്കാവാനുള്ള ചാൻസ് ഉണ്ടോ? ജുഗ്രു ആൻഡ് TVA വേഴ്സസ് KVA. ഇല്ല, നീലകണ്ഠൻ നോക്കായി. ഡെസ്ട്രോ നോക്കായി. നീലകണ്ഠനെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ഇറ്റാച്ചി അവിടെ നോക്കെടുക്കുന്നു. TVയുടെ പണി പാളിയെന്ന് തോന്നുന്നു. ഷെയ്ഖ് അവിടെ നോക്കാക്കുന്നു. സ്റ്റീവ് അസ്രയേൽ അവിടെ നോക്കെടുക്കുന്നു. സാവേജ് നോക്കെടുക്കുന്നു. സ്റ്റീവിന്റെ രണ്ടാമത്തെ നോക്ക്. വില്ലു അവിടെ നോക്കാവുന്നു. ആൻഡ് TVയുടെ സൈഡിൽ ഒരു പ്ലെയർ മാത്രമാണോ ബാക്കി? ഒരു പ്ലെയറോട് സാവേജ് മാത്രമാണെന്ന് തോന്നുന്നു TVക്ക് ബാക്കിയുള്ളത്. TVA അവിടെ വൈപ്പ് ഓഫ് ആവുന്നു. ഒരു HP സ്റ്റീവ് അവിടെ 4ാമത്തെ പിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റീവ് അവിടെ 4 നോക്ക്. ആൻഡ് ഇവിടെ സ്റ്റീവിന് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. സ്റ്റീവ് വേഴ്സസ് ഇല്ല. TVA അവിടെ വൈപ്പ് ഓഫ് ആവുന്നുണ്ട്. ആൻഡ് TVA അവിടെ വൈപ്പ് ഓഫ് ആയി. #6 ആണ് TVA ഉള്ളത്. ആൻഡ് ഇവിടെ BSന് ഒരു നല്ല കംബാക്ക് ആയിരുന്നു. BSന്റെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. TVA അവിടെ വൈപ്പ് ഓഫ് ആയിരിക്കുന്നു. ലാസ്റ്റ് 5 ടീമുകൾ മാത്രം ബാക്കി. ആൻഡ് കറന്റ് പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം. പോയിന്റ് ടേബിൾ നോക്കാം. അപ്ഡേറ്റ് ആയോ? ഇല്ലല്ലോ.
ഇല്ല ടിവി ആയല്ലോ ബ്ലാക്ക് സ്കോഡ്. yeah, yeah. സോ കറന്റ് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 15 കിലോയോട് കൂടി KVA അതുപോലെ RSH7 ആണ് സ്റ്റിൽ ടോപ്പ് ആയിട്ടുള്ളത്. അവർ രണ്ടുപേരും എലിമിനേറ്റ് ആയി. Z30 11 കിലോയോട് കൂടി എലവായിട്ട് നിൽപ്പുണ്ട്. TVA 10 കിലോയോട് കൂടി #7 ആണ് കറന്റ് ആയിട്ടുള്ളത്. ആൻഡ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്കോഡ് വിത്ത് 10 കിൽ, എൽ ക്ലാസിക്കോ വിത്ത് 10 കിൽ, TGA വിത്ത് 8, മാസ് വിത്ത് 3, RSH7X DLX 2, ചോട്ട മുംബൈ 3 ആണ് കറന്റ്. മാഫിയ വിത്ത് 1 ആൻഡ് ഇറ്റാലിയ വിത്ത് 0 ആണ് കറന്റ് പോയിന്റ് ടേബിൾ. ആൻഡ് നമുക്ക് നോക്കാം അടുത്ത ഫൈറ്റ് എന്താവുമെന്ന് നമുക്ക് നോക്കാം. TG ഇറ്റാലി അടുത്ത് വന്നിട്ട് തിരിച്ചുപോയി, അതാ പറയാൻ വന്നത്. ഓക്കെ ഇറ്റാലി അനങ്ങിയില്ല, അതേപോലെ TG തിരിച്ചുപോയി. ഓക്കെ നോക്കുവാണെങ്കിൽ 5 ടീമാണ് ഇനി ബാക്കിയുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ക്ലാസിക്കോന് നല്ലൊരു പ്ലെയർ കില്ലും അതുപോലെ തന്നെ ഒരു ഹാഷ് അടിക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. അതുപോലെ തന്നെ എൽ ക്ലാസിക്കോ ആൻഡ് ഇറ്റാലിയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇറ്റാലിക്കാണെങ്കിൽ കിൽസ് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എൽ ക്ലാസിക്കോ 10 കില്ലോടാണ് നിൽക്കുന്നത്. സോ നമുക്ക് നോക്കാൻ ലീഡർ ബോളിൽ ഒരു ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന്. സോ കറന്റ് നോക്കുകയാണെങ്കിൽ TGAക്ക് 8 കില്ലുണ്ട്. അവർക്ക് ഏകദേശം ഒരു #1 വിത്ത് 15 കില്ലടിച്ചാൽ ടോപ്പ് ഓഫ് ദ ടേബിളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് TGAക്ക്. ആൻഡ് TG അതിനു വേണ്ടി ട്രൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ എന്തായാലും സോണ് ഇത്തവണ മലയിലല്ല, എല്ലാം അങ്ങ് താഴെ തന്നെയാണ്, ആ ഒരു ഗ്രൗണ്ട് ഏരിയ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ഇനി ഒന്നും നിങ്ങൾക്ക് പറയാനില്ല ചാറ്റില്, എന്ത് പറയും ഞാൻ. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി 5 ടീമാണ് ബാക്കി, 30 ലൈവ്. സോ ഇറ്റാലിയക്കും അതുപോലെ തന്നെ ഇറ്റാലിയക്കും ഒരു #1 വിത്ത് ഒരു 10 കില്ല് അല്ലെങ്കിൽ ഒരു 5 കില്ലോട് കൂടി ഇറ്റാലിയ ഒരു #1 അടിച്ചാൽ അവർക്ക് ടോപ്പ് ഓഫ് ദ ടേബിൾ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബ്ലാക്ക് സ്കോഡ് വേഴ്സസ് ഇറ്റാലിയ നടക്കുന്നുണ്ട്. ബ്ലാക്ക് സ്കോഡിന് നല്ല ടാഗ് കിട്ടുന്നു. ആൻഡ് ഫൈനൽ സർക്കിളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. 5 ടീമുകളും 30 പ്ലേയേഴ്സുമാണ് ഇലയുള്ളത്. സോ TGA ഇറ്റാലിയ വേഴ്സസ് BS ആണ് നടക്കാൻ പോകുന്നു. ഇറ്റാലിയ നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട് BSന്. പക്ഷേ BS എന്തായാലും ആ ഒരു ഏരിയയിൽ എന്തായാലും ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ടീംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നോക്കുന്നു ഇറ്റാലിയയും BSഉം ആണോ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഉള്ള ടീം, അതോ TGAക്ക് ഒരു പ്ലെയർ ഇറ്റാലിയക്ക് 8 പേര്. ബ്ലാക്ക് സ്കോഡിനാണ് കറന്റ് പ്ലെയർ അഡ്വാൻറ്റേജ് ഉള്ളത്. ബ്ലാക്ക് സ്കോഡ് 9ഉം ഇറ്റാലിയ 8ഉം അതുപോലെ TGA 9ഉമാണ്. ഒരു 9v8 ആണ് നമ്മൾ കാണുന്നത്. ബാക്കി 2 ടീം ആരൊക്കെയാണ്? അവര് Z30 സ്റ്റിൽ സർവൈവിംഗ് വിത്ത് 3 പ്ലേയേഴ്സ്. എൽ ക്ലാസിക്കോ ക്വാർട്ടർ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ നമുക്ക് നോക്കാം. സോൺ ഔട്ടില്ല. എൽ ക്ലാസിക്കോ ക്വാർട്ടർ ഇവിടെ സോൺ ഔട്ടിൽ ഇരുന്ന് ഹീൽ ബാറ്റിൽ ചെയ്തോണ്ടിരിക്കുവാണ്. ഇല്ല, ഇത് കൂടിപ്പോയാൽ ഈ ഒരു സോൺ കൂടെ സുട്ട് ഫ്രണ്ടിൽ Z30 ഡെക്കാർ. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ആരും തന്നെ ഫൈറ്റ് എടുക്കുന്നില്ല. ആ ഒരു പൊസിഷൻ ടേബിളിന് വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സോൺ അഡ്വാൻറ്റേജ് ഇറ്റാലിയക്ക് പോയിരിക്കുന്നു. സോൺ അഡ്വാൻറ്റേജ് ഇറ്റാലിയുടെ സൈഡിലേക്കാണ് സോൺ ഷിഫ്റ്റ് ആയത്. ഇറ്റാലിയ ഈസി ആയിട്ട് സോണിലേക്ക് എൻ്റർ ആവുന്നു. സോൺ ഇറ്റാലിയക്ക് പോയിരിക്കുന്നു. സോണിൽ വീണിട്ടുണ്ട്. അസീമിന് സോണിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. #4 ആണ് ടീമിന് വേണ്ടി Z30ക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. #4ലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കാം Z30യിലെ പ്ലേയേഴ്സിന്. അതുപോലെ ബ്ലാക്ക് സ്കോഡ് സോണിലേക്ക് എൻ്റർ ചെയ്യുന്നു. TGA ബാക്ക് ടു ബാക്ക് കൺസിസ്റ്റന്റ് ഗെയിം പ്ലേ ഫ്രം TGA ആൻഡ് ഇറ്റാലിയ. ഇറ്റാലിയക്കും TGAക്കും മോസ്റ്റ്ലി TGAയും ഇറ്റാലിയയും ടോപ്പ് ഓഫ് ദ ടേബിൾ വരാനുള്ള എല്ലാ ചാൻസസും ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ നോക്കുകയാണെങ്കിൽ ഒരു വെൽ നീഡഡ് ഒരു മാച്ച് തന്നെയായിരുന്നു ബ്ലാക്ക് സ്കോഡിന് ഈ ഒരു മാച്ച് ചാമ്പ്യൻ ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്നാലേ അവർക്ക് ടേബിളിൽ ഒരു ടോപ്പ് ഒരു ഏരിയയിലോട്ട് എത്താൻ പറ്റുള്ളൂ. നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ നല്ലൊരു ഏരിയ പിടിച്ചു നിൽക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി വരുന്നവരെയൊക്കെ അടിച്ചു വിട്ടാൽ മാത്രം മതി ഇറ്റാലിയക്ക്. നോക്കുകയാണെങ്കിൽ TGA ആ ഒരു സൈഡില്, BS ഈ ഒരു സൈഡില്, ഇറ്റാലിയ ഈ ഒരു സൈഡില്. ഏതൊക്കെ സൈഡിലാണ് നമുക്ക് നോക്കാം. എന്തായാലും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ. And Italia versus TGA versus Z30 versus KVA in the final circle. ഒരു 9v8v1 ആണോ? ഒരു 9v
9v8 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 9v9v8v1 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. Z30 സ്റ്റിൽ സർവൈവിംഗ് ഫോർ ദ കിൽ പൊസിഷൻ പോയിന്റ്. ഇതിൽ തന്നെ ഒരു ഫൈറ്റ് ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് സ്ക്വാഡ് എന്തായാലും ഒരു കവർ പിടിച്ചിരിക്കുന്നു. ഇറ്റാലിയ പക്ഷേ പുഷ് ചെയ്ത് കയറി വരുമെന്ന് നമുക്ക് കണ്ടറിയാതായാലും ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ് ആണ് നടക്കുന്നത്. TG എന്തായാലും ഹോൾഡ് ചെയ്യാണ്. ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ കറങ്ങി വന്ന് അടിക്കാൻ തേർഡ് പാർട്ടി എടുക്കാന്നുള്ള രീതിയിലാണ് TG കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം തിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും അവർ ഫൈറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഫേക്ക് കമ്മിറ്റ്മെന്റ് ആണോ നടക്കുന്നത് നമുക്ക് കണ്ടറിയാതായാലും അസീമിനെ കണ്ടിട്ടുണ്ട്. ഇറ്റാലിയാണ് കണ്ടിട്ടുള്ളത്. സോൺ ഔട്ടിലാണ് അസീം നോക്കായിരിക്കുന്നത്. ആൻഡ് ഇവിടെ അസീം നോക്കാണ്. ഒരു പ്ലെയർ ഉണ്ടല്ലോ ഡെവിൻ ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഡെവിനും പോയി. രണ്ടുപേരും മരിച്ചു. 3 ടീമുകൾ മാത്രം ബാക്കി. 9v. ഇവിടെ ജോസൂട്ടി നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ജോസൂട്ടി സോൺ ഔട്ട് ആണോ? ജോസൂട്ടി നോക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ജോസൂട്ടി നോക്കായി. ആൻഡ് ഇറ്റാലിയ വേഴ്സസ് KVA വേഴ്സസ് TGA. The final circle. ട്രാക്ക് അവിടെ നോക്കെടുക്കുന്നു. ക്യൂബൻ അവിടെ TGയുടെ ഒരു പ്ലെയറിനെ നോക്കെടുക്കുന്നു. ആൻഡ് ബ്ലാക്ക് സ്ക്വാഡിനെയും ഇറ്റാലിയ നല്ലപോലെ കിൽ ഫ്രാഗ് ചെയ്യുന്നുണ്ട്. സാത്താൻ അവിടെ ഇറ്റാലിയയിൽ ഒരു പ്ലെയറിനോട് നോക്കാക്കുന്നു. സാത്താൻ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ഷെയ്ക്ക് അവിടെ നോക്കെടുക്കുന്നു. കൊമ്പൻ നോക്കായി. ഇറ്റാലിയുടെ ഒരു ഒസാക്കോട് നോക്കെടുക്കുന്നു. ഇറ്റാലിയ ഡോണറിന് അടുത്തൊരു നോക്കെടുക്കുന്നു. ഇറ്റാലിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു കംബാക്ക്. ഇറ്റാലിയ ആൻഡ് TGA ജോഡക്സ് PK അവിടെ നോക്കാവുള്ള ചാൻസസ് ഉണ്ടോ? ആൻഡ് ബ്രസീലിയൻ ബക്ക സോൺ ഔട്ട് ആണ് TGയുടെ. ജോഡക്സ് PK അവിടെ നോക്കാവുള്ള ചാൻസ് ഉണ്ട്. VSQ TJ സുരേഷിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. TJ ജോഡക്സ് PK അവിടെ അടുത്തൊരു നോക്കിടുന്നു. ഇറ്റാലിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പുഷ്. ആൻഡ് വിംപി നോക്കാവുന്നു. ഇറ്റാലിയ ഡെത്ത് അവിടെ നോക്കാവുന്നു. ഇറ്റാലിയ ബാക്ക് ടു ബാക്ക് ആഷ് വണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റാലിയ 2 പ്ലേയേഴ്സ് മാത്രം KVAക്ക് ബാക്കി. ഷേക്കും ക്യൂബനും മാത്രം. ഇറ്റാലിയ ഗെറ്റിംഗ് അനദർ ആഷ് വൺ ആണോ? ഒരു പ്ലെയർ കൂടെ. ഷെയ്ക്കും ക്യൂബനും മാത്രം ബാക്കി ഇറ്റാലിയക്ക് വേണ്ടിയിട്ട്. ക്യൂബൻ മാത്രം ബാക്കി KVAക്ക് വേണ്ടി. ആൻഡ് ഇറ്റാലിയ വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു ബാക്ക് ആഷ് വൺ ആണോ? ഒരു പ്ലെയർ ആരെ ബാക്കിയുള്ളത്? ആൻഡ് ഓക്കെ ഇറ്റാലിയ ഗെറ്റിംഗ് ആഷ് വൺ വിത്ത് അഗെയിൻ 9 കില്ലോട് കൂടി 19 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ഇറ്റാലിയ 19 കില്ലാണ്, 19 പോയിന്റ് ആണ് ഇറ്റാലിയ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഫൈനൽ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 22 പോയിന്റ് ആണ് കറന്റ്ലി ഉള്ളത്. ആൻഡ് ഇറ്റാലിയ 19 പോയിന്റോട് കൂടി ആഷ് വൺ ആയിരിക്കുന്നത്. ആൻഡ് Z30 ആഷ് 4 11 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. KVA ആഷ് 9 ആണ് 15 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RZ7 ആഷ് 11 ആണ് 15 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TGA ആഷ് 2 ആണ് 8 കില്ലോട് കൂടി 14 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. എൽ ക്ലാസിക്കോ ആഷ് 5 ആണ് 10 പോയിന്റോട് കൂടി 13 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TVA ആഷ് 7 ആണ് 10 കില്ലോട് കൂടി 11 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RZ7X DLX ആഷ് 6 ആണ് 2 കില്ലോട് കൂടി 4 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാസ്